ലീഡ്സ് ടെസ്റ്റിൽ ലീഡ് ഉയർത്താൻ ഇന്ത്യ പൊരുതുന്നു. മൂന്നാം ദിവസം അവസാനിക്കുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 90 റൺസ് എന്ന നിലയിൽ. ഇംഗ്ലണ്ടിനെ 465 പുറത്താക്കിയ ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 6 റൺസ് ലീഡ് നേടിയിരുന്നു. ജസ്പ്രീത് ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് ലീഡ് സമ്മാനിച്ചത്. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ് ഐഷാം എത്തിച്ചേരുന്നുണ്ട്. മനീഷ്, 2 ദിവസം ബാക്കി നിൽക്കെ ഇന്ത്യയുടെ വിജയ സാധ്യതകൾ എങ്ങനെയാണ്? അഞ്ജലി, ഒരു മികച്ച സ്കോർ ഉയർത്തുക എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന പ്രധാന വെല്ലുവിളി. അങ്ങനെയെങ്കിൽ ഒരു 300-ന് മുകളിലേക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചാൽ ഇന്ത്യക്ക് വിജയ സാധ്യതകളുണ്ട്. കാരണം നാലാമത്തെ ഇന്നിംഗ്സ് ആകുമ്പോഴേക്കും കൂടുതൽ ബോളിംഗിന് അനുകൂലമാകുമെന്നുള്ളതാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 300 റൺസ് മുകളിലേക്ക് നേടാൻ കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഒരു വിജയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. നിലവിലിപ്പോൾ 47 റൺസുമായി KL രാഹുലും 6 റൺസുമായി ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലുമാണ് ഇന്ത്യക്ക് ക്രീസിലുള്ളത്. നേരത്തെ ജസ്പ്രീത് ബുംറയുടെ 5 വിക്കറ്റ് പ്രകടനമാണ് 465 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് ഇംഗ്ലണ്ടിനെ ഒതുക്കാനും ഒരു 6 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാനും ഇന്ത്യക്ക് സാധിച്ചത്. നേരത്തെ ഹാരി ബ്രൂക്ക് 99 റൺസിൽ പുറത്തായിരുന്നു. സെഞ്ചുറി 1 റൺസ് അകലെയാണ് ഹാരി ബ്രൂക്കിന് നഷ്ടമായതെന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഫീൽഡിംഗ് വരുത്തിയ ചില പിഴവുകളാണ് ഈ ഒന്നാം ഇന്നിംഗ്സിലെ ലീഡ് 6ലേക്ക് ഒതുങ്ങാനുള്ള കാരണം. അല്ലായിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ ഹാരി ബ്രൂക്കിനെ അടക്കം പുറത്താക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ 6 റൺസിന്റെ ഒരു നിർണായക ലീഡ് നേടുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ 96 റൺസ് ലീഡാണ് ഇന്ത്യക്കുള്ളത്. എന്തായാലും നാളത്തെ ഒരു ദിവസം മുഴുവൻ ഇന്ത്യക്ക് ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ലീഡ് ടെസ്റ്റിൽ ഒരു വിജയം ഇന്ത്യക്ക് ഇപ്പോഴും സാധ്യത തന്നെയുണ്ട്. അഞ്ജലി. ശരി മനീഷ്, വ്യക്തമാണ്.